ഇതിനകത്ത് പലർക്കും പല സംശയം ഉണ്ടാവും. നേരത്തെ പഠിച്ചു തുടങ്ങണോ, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടല്ലോ, റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുക എങ്ങനെയാണ്, ഇതിന് വീണ്ടും പെട്ടെന്ന് ഒരു പഠനം ആവശ്യമുണ്ടോ, ഓക്കെ എന്നൊക്കെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. ഏതൊരു പരീക്ഷയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. മനസ്സിലാണ്ടോ അല്ലെ? പതുക്കെ പതുക്കെ തിന്നാം പന പോലെ തിന്നാം എന്ന് പറയുന്ന പോലെ തന്നെ പതുക്കെ പതുക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇനി കേരള PSCയുടെ നിലവിൽ നടക്കുന്ന ഒരു ട്രെൻഡ് മനസ്സിലാക്കണം. അപ്പൊ പരീക്ഷ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കെ തന്നെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമിന് ഇപ്പൊ കഴിഞ്ഞ ജൂനിയർ അക്കൗണ്ട് പരീക്ഷയൊക്കെ ആണെങ്കിൽ പോലും എക്സാം കുട്ടികൾ പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് പോലും ആ ലിസ്റ്റിൽ നിന്ന് നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് പോലും അഡ്വൈസ് വരെ പോകുന്ന സാഹചര്യം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നു. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്. അതിനുശേഷം മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്നല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു PG ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ? നമ്മുടെ ആ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ച ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി അല്ലെ, എനിക്ക് തോന്നുന്നു കവികൾ കുറച്ചും കൂടെ ക്രാന്തദർശികളാന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു PSC ഉദ്യോഗാർത്ഥികൾ കുറച്ചും കൂടെ ക്രാന്തദർശികളാകണം. കുറച്ചും കൂടെ ഫോർകാസ്റ്റിംഗ് മൈൻഡ് നമുക്ക് ഉണ്ടാകണം. കാരണം ഒരു ലിസ്റ്റ് നിലവിൽ വന്നു ശരിയാണ്, അതിൽ അഡ്വൈസ് പോകുന്നുണ്ട്. പക്ഷെ ആ ലിസ്റ്റിൽ 1 വർഷം തന്നെ കഴിയുമ്പോൾ തന്നെ ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ 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 നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു സമകാലിക സമൂഹത്തിൽ. കാരണം വരുന്ന ഓപ്പർച്യൂണിറ്റികളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? 10, 15, 25, 30 ഒക്കെ ഓപ്പർച്യൂണിറ്റിയിലാണ് ഇതൊക്കെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ഈ ലിസ്റ്റ് 25 അഡ്വൈസ് ആണ് പോയേക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇനി ഈ പരീക്ഷയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു പരീക്ഷ, ഈ പരീക്ഷ എന്നുള്ളതല്ല, ഏതൊരു പരീക്ഷ ആണെങ്കിലും വളരെ കാര്യക്ഷമമായിട്ട് അതിനെപ്പറ്റി പഠിക്കുക. ആ പരീക്ഷയെ പറ്റി പഠിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വെറുതെ സിലബസ് എടുക്കുന്നു, വെറുതെ പഠിച്ചു തുടങ്ങുന്നു എന്നുള്ളതല്ലാണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള എക്സാം എന്താണ്, ആ എക്സാമിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അതിൽ നമ്മൾ എന്ത് ഇൻഫറൻസ് ആണ് എത്താനുള്ളത്, നമുക്കൊരു പ്രോപ്പർ പ്ലാൻ വേണം. ഓക്കെ, അങ്ങനെ ശരിയായിട്ട് ഒരു പരീക്ഷ പഠിച്ച് തന്നെ നമ്മൾ തുടങ്ങണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞ് തുടങ്ങാനുള്ളത്. നമുക്ക് എന്താണ് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. അറിയാമല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലെ? യെസ്, കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലോട്ടുള്ള റിസർച്ച് അസിസ്റ്റന്റിയാണ് പരീക്ഷ വരുന്നത് അല്ലെ? നമ്മുടെ പോസ്റ്റ് അതാണ് അല്ലെ? യെസ്, പേ സ്കെയിൽ എന്നൊക്കെ പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേ സ്കെയിലാണ്. നമുക്ക് ഇതിനു മുമ്പ് ഉള്ള കാറ്റഗറി നമ്പറുമായിട്ട്, അതായത് ഇതിനു മുമ്പുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യം വിശകലനം ചെയ്തത്. ആ കാറ്റഗറി നമ്പർ 241/2023 കഴിഞ്ഞ പരീക്ഷ വന്നത്. ഓക്കെ, അതിൽ കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. ആ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട വരില്ല. അവിടെ കൃത്യമായി പറയുന്നു, മിനിമം ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഓർ ഹൈ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി, വേറൊന്നുമില്ല. നിങ്ങൾക്ക് 55% മിനിമം മാർക്ക് വേണമെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, പല കുട്ടികളും എനിക്ക് തോന്നുന്നു MSc ഒക്കെ ചെയ്ത് ചിലപ്പോൾ കേരളത്തിന്റെ പുറത്താകാം. ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ പുറത്താണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചു കൊടുക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ പരീക്ഷകൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പക്ഷെ അത് അപ്പം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേന് പലരും ഓടി കിടക്കുന്നത് കാണാം. അപ്പം ഇതൊക്കെ ഒരു സമയബന്ധിതമായി നേരത്തെ ചെയ്തു വെക്കണം കേട്ടോ. നിങ്ങൾ കേരളത്തിന് പുറത്തുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ നിങ്ങൾ സമയബന്ധിതമായിട്ട് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ എലിജിബിൾ സബ്ജക്ട് പറയുന്നുണ്ട്, ഇവിടെ എക്കണോമിക്സ് പറയുന്നുണ്ട്, എക്കണോമെട്രിക്സ് പറയുന്നുണ്ട്, സ്റ്റാറ്റിക്സ് പറയുന്നുണ്ട്, കൊമേഴ്സ് പറയുന്നുണ്ട്, സ്റ്റാറ്റിക്സ് പറയുന്നുണ്ട്, മാത്തമാറ്റിക്സ് പറയുന്നുണ്ട്, അഗ്രികൾച്ചർ സ്റ്റാറ്റിക്സ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികൾ വരുന്നത് എക്കണോമിക്സ് അല്ലെ, കൊമേഴ്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിക്സ് ഉണ്ട്. ഈ മേഖലയിലായിരിക്കും കൂടുതൽ കുട്ടികൾ വരുന്നത്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത സ്റ്റാറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫിഗർ ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത്, എക്സാമിന് നിങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി പഠിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടോട്ടൽ ആപ്ലിക്കേഷൻ. ഈ പരീക്ഷ വന്നു, കഴിഞ്ഞ തവണ പരീക്ഷ വന്നു, ഇപ്പൊ 25,000 പേര് പരീക്ഷ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ 25,000-ലധികം പേര് എന്തായിരുന്നു, ഈ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളായിരുന്നു. അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക്. പക്ഷെ അവർ കൺഫർമേഷൻ കൊടുത്ത എത്രയാണ്,
19,622 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. നമ്മുടെ 25,000 പേര് അപ്ലൈ ചെയ്തിട്ട് 19,000 അധികം ആളുകൾ മാത്രമേ അതിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, കൺഫർമേഷൻ കൊടുത്തു. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ കൺഫർമേഷൻ കൊടുത്തിട്ട് 11,000+ ആളുകൾ മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. ഒന്ന് എഴുതാനുള്ള ഒരു മനസ്സ് കാണിച്ച് ഇത്ര പേരേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിൽ എത്ര % ആയിരിക്കും പ്രോപ്പർ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വരിക? ഇതിൽ എത്ര പേരായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് വരിക? സിലബസും റിവിഷനും പ്ലസ് എന്താണ് ഈ പറയുന്ന PYQ ഡിസ്കഷൻസുകൾ, കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുത്ത് വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ ഞെട്ടിപ്പോരുത്, വളരെ ചെറിയ നമ്പർ ആയിരിക്കും. ഒരു 100-ൽ പരം അല്ലെങ്കിൽ ഒരു 100-ൽ താഴെ ആളുകൾ, ഒരു 50-നും 100-നും ഇടയ്ക്ക് മാത്രമേ ഈ സ്ട്രിക്റ്റ് കോമ്പറ്റീഷൻ വരത്തുള്ളൂ. അത് കറക്റ്റ് ആണ്. സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത്, റിവിഷൻ കൃത്യമായിട്ട് പോയി, PYQ കൃത്യമായിട്ട് എടുത്ത്, മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എടുത്ത്, കൃത്യമായ കോൺഫിഡൻസിലൂടെ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഉണ്ടായിട്ട് എക്സാം ഹോളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എല്ലാം പോയി അല്ലെ. കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ്. കാരണം അങ്ങനെ കയറുന്ന കുട്ടികൾക്കെല്ലാം മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ ഇത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, റിവിഷൻ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ട്, PYQ കൃത്യമായിട്ട് പോയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പോയിട്ടുണ്ട്, കൃത്യമായി കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ ഏർപ്പെടും, ഉറപ്പാണ്. ഇത് ഞാൻ കൗണ്ട് ചെയ്യാൻ പറയാം. ഇപ്പം ഇതിന്റെ മെയിൻ ലിസ്റ്റ് മൊത്തം ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം 159. ഓക്കെ, 159 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 11,000 പേര് പരീക്ഷ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണം 159 അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ കോമ്പറ്റീഷൻ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ. അപ്പൊ നിങ്ങൾ വലിയ വലിയ ഫിഗറുകൾ കണ്ട് ഭയക്കരുത്. ഇവിടെ എക്കണോമെട്രിക്സ് ഉണ്ടെന്ന് പറയുന്നു, മാത്തമാറ്റിക്സ് ഉണ്ടെന്ന് പറയുന്നു, സ്റ്റാറ്റിക്സ് ഉണ്ടെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത്. ഈ ഫിഗർ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. കാരണം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവർ റാങ്ക് ലിസ്റ്റിൽ വരുമല്ലോ, ശരിയല്ലേ? യെസ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും സീരിയസ് ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന റിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് PYQ നമുക്ക് എടുത്ത് പോകണം, പ്രോപ്പർ ആയിട്ട് PYQ മേൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസും വരണം കേട്ടോ. PYQ വെറുതെ എടുത്ത പോയാൽ പോരാ, പ്രോപ്പർ ഡിസ്കഷൻസ് വരണം, പിന്നെ മോക്ക് ടെസ്റ്റുകൾ വരണം. ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം? കോൺഫിഡൻസ്, കൃത്യമായിട്ടുള്ള കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എക്സാമിലേക്ക് പോവുകയും ചെയ്യണം. ഇതിനൊരു സമയം വേണം അല്ലെ. ഈ സമയം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നടന്നു പോകുന്ന ഒരു പരിപാടിയല്ല. അതാണ് നമ്മൾ നേരത്തെ തുടങ്ങിയാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മനസ്സിലാണോ? അപ്പൊ എപ്പോഴും നിങ്ങൾ ആലോചിക്കണം, നേരത്തെ തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച്, നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കാനുള്ള കാര്യം കേട്ടോ. യെസ്. ഇനി കേരള PUCയുടെ ഒരു ഫാസ്റ്റ് ടൈം നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഈ പരീക്ഷയുടെ അതായത് കഴിഞ്ഞ വർഷത്തെ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ 26/2024 പരീക്ഷ നടക്കുന്നത്. ഓക്കെ, OMR എക്സാമിനേഷൻ നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, 6-ാം മാസത്തിൽ പരീക്ഷ നടക്കുന്നത്, 4-ാം മാസം ആയപ്പോഴത്തേന് എന്ത് ചെയ്തു? ഷോർട്ട് ലിസ്റ്റ് അങ്ങ് പബ്ലിഷ് ചെയ്തു. കിട്ടിയോ? യെസ്. ഇനി ഇന്റർവ്യൂ നടക്കണടാ, 10-ാം മാസം കഴിഞ്ഞു, 11, 12 അല്ലേ. പിന്നെ ഒന്നാമത്തെ മാസം ആയപ്പോഴത്തേന് എന്ത് ചെയ്തു? അതിന്റെ ഇന്റർവ്യൂവും അവർ പബ്ലിഷ് ചെയ്തു അല്ലെ. 1-ാം മാസത്തിൽ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അടുത്ത മാസം തന്നെ എന്ത് ചെയ്തു? റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു അല്ലെ. ഏകദേശം ഒരു 6 മാസം കൊണ്ട് കംപ്ലീറ്റ് പരിപാടിയും കേരള PUC അവിടെ നിർത്തി എന്നുള്ളതാണ് പറയാനുള്ളത്, മനസ്സിലാണ്ടോ? ഓക്കെ, അപ്പൊ ഈ പുതിയ പരീക്ഷകളിലെല്ലാം ട്രെൻഡ് അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൊമേഴ്സിന്റെ ബേസ് പറയുവാണെങ്കിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC അസിസ്റ്റന്റ് പരീക്ഷ നടന്നു. ആളുകൾ അഡ്വൈസ് ചെയ്തു, സർവീസിലും കയറി, മനസ്സിലാണ്ടോ? ഫസ്റ്റ് സാലറി മേടിച്ചു. എത്ര സമയത്തിനുള്ളിൽ കഴിഞ്ഞെന്നറിയോ? ഒരു 6-7 മാസത്തിനുള്ളിൽ ടോട്ടൽ പ്ലാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 6-7 മാസം കൊണ്ട് നിങ്ങളൊരു ജോലിയിൽ എത്തുവാണ് ഇതിന്റെ അകത്ത്, മനസ്സിലാണ്ട്? ഇതിനകത്ത് വേറെ ടൈം പ്രോസസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ജോലി അല്ലെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സാധ്യത നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ആ സാധ്യത വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുകയും ചെയ്യണം കേട്ടോ. മെയിൻ ലിസ്റ്റിൽ മൊത്തം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 159 പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. 150 സപ്ലൈ ഉൾപ്പെടെ കേട്ടോ. അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ് ആണ് 57 പേരായിരുന്നു. കട്ട് ഓഫ് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 34 മാർക്കായിരുന്നു കട്ട് ഓഫ് വളരെ കൃത്യമാണ് കേട്ടോ. നമ്മൾ എപ്പോൾ മോക്ക് ടെസ്റ്റ് നടത്തിയാലും, നമ്മൾ എപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതി എന്ന് പറഞ്ഞാൽ PYQ ആയിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും അസസ് ചെയ്തോണം. നിങ്ങൾ എപ്പോഴും കട്ട് ഓഫ് മാർക്കിന്റെ മുകളിലായിരിക്കണം കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ നോക്കണം. അതിന്റെ താഴെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള പഠനം എന്തുകൊണ്ട് താഴെ പോകുന്നു എന്നുള്ളത് നടത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ
ഓക്കെ. I+ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടോപ്പ് 10 റാങ്ക് ആണ്. നമുക്കിവിടെ 25 അഡ്വൈസ് ഒക്കെ വന്നു, ശരിയാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ 10ൽ തന്നെ നമ്മൾ ഇടം പിടിക്കണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവരുടെ ടെസ്റ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂവിന്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് കിട്ടുന്നത് വെച്ചാൽ 13 അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഇവിടെ റിട്ടൺ ടെസ്റ്റിലെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റിന് 49 മാർക്കാണ് അല്ലെ, 49 മാർക്കാണ് അല്ലെ. 10 റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കുന്നതിന്റെ അതായത് 40 തൊട്ട് അതായത് 40നും 50നും ഇടയ്ക്കാണ് എന്താണ് ഈ പറയുന്ന 10 റാങ്ക് ഉള്ള ആളുകളുടെ എന്താണ് റാങ്കിന്റെ അല്ലെ അവരുടെ ടെസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 40നും 50നും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റേഞ്ച് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലായി. അപ്പൊ ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന്റെ മാർക്ക് എന്ന് പറയുന്നത് 12 13 റേഞ്ച് ആണ് കിടക്കുന്നത്. പക്ഷെ ഒരാൾക്ക് മാത്രം ഇവിടെ 2-3 കാൻഡിഡേറ്റ്സിന് ഇവിടെ 11 മാർക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ഓവറോൾ ഒരു നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് പോയാൽ പോലും 12 മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്റർവ്യൂവിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, അത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കണം. എത്ര മാർക്കാണ് ഹയസ്റ്റ് മാർക്ക് അല്ലെ, 10 റാങ്കിൽ ഇടം പിടിക്കുന്ന ആളുകളുടെ മാർക്കിന്റെ ട്രെൻഡ് എന്താണ്, എത്ര മാർക്കിൽ വരെയാണ് ഇതിന്റെ കോമ്പറ്റീഷൻ മാക്സിമം പോകുന്നത് എന്നുള്ള കൃത്യമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരിക്കലും അക്കങ്ങൾ അല്ലെങ്കിൽ കണക്കൊരിക്കലും കള്ളം പറയില്ല. നമ്മൾ കള്ളം പറഞ്ഞാലും കണക്ക് അല്ലെ, മാത്സിന്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ് അല്ലെ. ഇവിടെ മാത്സ് സാർ 5 സാറൊക്കെ ഇരിപ്പുണ്ട് അല്ലെ. എന്താണ്, ഒരിക്കലും അത് കള്ളം പറയില്ല. നമ്മൾ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്നതാണ്. 1 രൂപ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ അക്കം അല്ലെങ്കിൽ ഈ പറയുന്ന സംഖ്യകൾ ഒരു കാരണവശാലും കള്ളം പറയില്ല അല്ലെ. എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഇൻഫറൻസ് ആരുണ്ടാക്കിയെടുക്കണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്റെ ഹയസ്റ്റ് സ്കോർ എത്ര, എനിക്ക് 10 റാങ്കിലാണ് വരേണ്ടത്, സോ എന്റെ മാർക്ക് എവിടെ നിൽക്കണം. അപ്പൊ ഏത് PYQ നടത്തിയാലും മോക്ക് ടെസ്റ്റ് നടത്തിയാലും നിങ്ങളുടെ മാർക്ക് എന്തായിരിക്കണം, ഈ ടോപ്പ് 10ന്റെ അകത്ത് വന്നിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് അസസ് ചെയ്യണം, അതാണ് അവന്റെ അത് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹയസ്റ്റ് മാർക്ക് എത്രയാടാ. ഹയസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്ക് കേട്ടോ. ഇന്റർവ്യൂവും ഈ പറയുന്ന ടെസ്റ്റ് മാർക്കും ഉൾപ്പെടെ 62 മാർക്കാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഈ ടോപ്പ് 10ന്റെ ലോവസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ടോപ്പ് 10ൽ നമ്മുടെ കുട്ടികൾ വരണം എന്നുള്ളതാണ്. അപ്പൊ 10 ആണ് നമ്മൾ എടുത്തിരിക്കുക കേട്ടോ. 53.33 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. യെസ്, ഹയസ്റ്റ് ടെസ്റ്റ് മാർക്ക് എത്രയാണ്, പരീക്ഷ എഴുതി മേടിച്ച ആളുടെ മാർക്ക് 49.67. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ കൊമേഴ്സിന് 20 ആണെങ്കിൽ അല്ലെ, മാത്തമാറ്റിക്സിന് അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പം 49.67 മാർക്ക് മേടിച്ച ആള് ചില്ലറക്കാരനൊന്നും അല്ല, കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ച വ്യക്തി തന്നെയാണ്. കാരണം ഡിഫറെന്റ് ആംഗിളിലാണ് സബ്ജക്ട് കിടക്കുന്നത്. ഇന്റർവ്യൂവിന്റെ ഹയസ്റ്റ് മാർക്ക് 13ഉം 11 നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു ടോപ്പ് മാർക്കിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 53.33 തൊട്ട് 62.67. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ കട്ട് ഓഫ് ഒരു എയിം കൂടെ വെക്കാം. നമുക്കൊരു 70+ മേടിക്കണം, അതായിരിക്കണം നമ്മുടെ എയിം. മനസ്സിലാണ്ടോ? ഓക്കെ, അപ്പൊ 70+ നമ്മൾ മേടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. മനസ്സിലാണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫറൻസ് എവിടുന്ന് കിട്ടും? ഈ പ്രീവിയസ് ഇയർ എക്സാമിൽ നിന്ന് കിട്ടും. മനസ്സിലാണ്ടോ? അല്ലാതെ വെറുതെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നു, കൺഫർമേഷൻ കൊടുക്കുന്നു, ഇനി ഇത്ര ദിവസം ഉണ്ടെന്നാ പഠിച്ചേക്കാം, അങ്ങനല്ല. കൃത്യമായ ധാരണകൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. എന്താണ് ഈ പരീക്ഷയുടെ യഥാർത്ഥ കോമ്പിറ്റൻസി എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. യെസ്, അല്ലാതെ നമ്മൾ മറ്റ് സാധാരണ PSC പരീക്ഷ പോലെയുള്ള വലിയ കട്ട് ഓഫും വലിയ 90-95 മാർക്കൊന്നും ഇവിടെ വരില്ല. ഓക്കെ, യെസ്. ഇനി ഇവിടുത്തെ അഡ്വൈസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ടോട്ടൽ അഡ്വൈസ് 25, എനിക്ക് തോന്നുന്നു 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതിൽ 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സമയത്താണ് 25 പേര് ടോട്ടൽ അഡ്വൈസ് പോയി എന്നുള്ളതാണ് പറയുന്നത്. 13/1/2026 എന്താണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ 25 പേർക്ക് ഈ റാങ്ക് ലിസ്റ്റ് നിന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ടോപ്പ് 10ലാണ് നിൽക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജോലി ഉറപ്പിച്ചു കേട്ടോ. ഈ വെബിനാർ കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു മനസ്ഥിതിയായിട്ട് വേണം മുന്നോട്ട് പോകാൻ. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ PG ഒക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷയിലൊക്കെ നമുക്ക് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മുന്നോട്ട് വന്നേ മതിയാവൂ. അതിനെന്ത് വേണം? കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം അല്ലെ, കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസം വേണം. അത് വേറെ എവിടുന്നും വരാൻ പറ്റില്ല, നമ്മൾ തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ, യെസ്റ്റർഡേ വാസ് ദ ബെസ്റ്റ് ടൈം, ടുഡേ ഈസ് യുവർ ചാൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോട്ടുണ്ട്. ഇന്ന് തുടങ്ങണം.